ശ്രീമാൻ PC ജോർജ് മുൻ MLA ഏറ്റവും ഒടുവിൽ അദ്ദേഹം എടുത്ത രാഷ്ട്രീയ തീരുമാനം ഇതിനോടകം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം കേരള കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിക്കുകയും ദീർഘവർഷങ്ങൾ നിയമസഭാ സാമാജികനായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറെ കാലങ്ങളായി അദ്ദേഹം ഈ കേരള കോൺഗ്രസ് നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുണ്ടായതിൻ്റെ ഫലമായി അദ്ദേഹം സ്വന്തമായി ജനപക്ഷം എന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നേതൃത്വം കൊടുത്തു. എന്നാൽ ആ ജനപക്ഷം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളമുണ്ടാക്കുവാനായി സാധിച്ചില്ല. അതിനിടയിലാണ് അദ്ദേഹത്തിനെതിരായി പലതരത്തിലുള്ള കേസുകളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ കഠിനമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അദ്ദേഹം പുനരാലോചിക്കാൻ തുടങ്ങിയത്. ഈ ജനപക്ഷം എന്ന് പറയുന്ന ജനപിന്തുണയില്ലാത്ത ഒരു കക്ഷിയുമായി ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ അദ്ദേഹം ഇരു മുന്നണിക്കും സ്വീകാര്യനല്ലാതെ അനാഥമാകുന്ന ഒരു സാഹചര്യത്തിലെത്തി. അങ്ങനെ നിന്നപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഉൾവിളി ഉണ്ടായതുപോലെ കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നാൽ എന്ത് എന്ന തോന്നൽ ഉദിച്ചത്. അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരുപക്ഷെ നിരന്തരമായ ആലോചനയുടെ ഫലമായി BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒടുവിൽ ഡൽഹിയിൽ ചെന്ന് BJPയുടെ സീനിയർ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം BJPയിൽ അംഗമായി. അദ്ദേഹം മാത്രമല്ല അംഗമായത്, അദ്ദേഹത്തിൻ്റെ മകനും പിതാവിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ സജീവമായ അല്ലെങ്കിലും പ്രവർത്തിച്ചിരുന്ന ആളുമായ ഒരു അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ഷോൺ ജോർജും പിതാവിനോടൊപ്പം BJPയിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തു. ശ്രീ ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അംഗമാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ജനപക്ഷം എന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും ഇരുളടഞ്ഞതാകും എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെയും പിതാവിനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാനായി പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കകം ഇന്ത്യയിൽ ആകമാനം നടക്കാൻ പോവുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കെല്ലാം അറിയാം, ഇവിടെ രണ്ട് മുന്നണികളാണ് എക്കാലവും ഏറ്റുമുട്ടുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും. മൂന്നാമതൊരു മുന്നണിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇടം കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു മൂന്നാം മുന്നണി എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന NDA എന്ന് പറയുന്ന മുന്നണിക്ക് കേരളത്തിൽ വലിയ ഇടമില്ല എന്നാണ് നാളിതുവരെയുള്ള ചരിത്രം തെളിയിക്കുന്നത്. NDA എന്ന് പറയുന്ന മുന്നണിയിൽ പ്രധാന കക്ഷിയായി നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവരോടൊപ്പം വളരെ ശുഷ്കമായ നാമമാത്രമായ ചെറിയ പ്രാദേശിക കക്ഷികൾ മാത്രമേ സഖ്യകക്ഷികളായിട്ടുള്ളൂ. അതിൽ തന്നെ ഒരു ചെറിയ കക്ഷിയാണ് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ BDJS എന്ന് പറയുന്ന ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആകമാനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് രാഷ്ട്രീയ കക്ഷികൾ പ്രവേശിച്ചു കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 പാർലമെന്റ് സീറ്റുകളിൽ മുൻകാല
പശ്ചാത്തലം കണക്കിലെടുക്കുമ്പോൾ 20 സീറ്റുകളിലും LDFും UDFും മത്സരിക്കുന്നത് പതിവാണ്. അത് സ്വാഭാവികമായി ആഭ്യന്തരമായി ചില വിട്ടുവീഴ്ചകളുടെ ഫലമായി ആ മുന്നണികൾക്കകത്തുള്ള കക്ഷികൾക്കായി വീതം വെച്ചു കൊടുക്കുന്നു. LDFിനെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും 4 സീറ്റുകൾ അവരുടെ സഖ്യകക്ഷിയായ CPIക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ LDFിന്റെ സഖ്യകക്ഷിയായി മാറിയ ശ്രീ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസിന് 1 സീറ്റും നൽകി 15 സീറ്റുകളിൽ CPM മത്സരിക്കുന്നുണ്ട്. അങ്ങനെ 15, 4, 1 എന്ന ക്രമത്തിൽ 20 സീറ്റുകളിലും LDF മത്സരിക്കാൻ ഇതിനോടകം തീരുമാനിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവും ഏതാണ്ട് പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിലെ പ്രധാന കക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗുമായി സീറ്റ് പങ്കുവയ്ക്കുന്നതിനെ കുറിച്ച് അന്തിമമായ തീരുമാനമായിട്ടില്ല. 20 സീറ്റുകളിൽ 1 സീറ്റ് RSPക്കും 1 സീറ്റ് കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തിനുമായി മാറ്റിവെച്ചത് അവർ സ്വീകരിക്കുകയും അവിടുത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന 18 സീറ്റുകൾ സംബന്ധിച്ചാണ് ധാരണയിൽ എത്താനിരിക്കുന്നത്. നേരത്തെയുള്ള ഒരു രീതി അനുസരിച്ച് 16 സീറ്റുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 2 സീറ്റുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ഇപ്രാവശ്യം മുസ്ലിം ലീഗ് 3ാമത് 1 സീറ്റ് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുൻപും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം ചില ഒത്തുതീർപ്പുകളുടെ അടിസ്ഥാനത്തിൽ അവർ 2 സീറ്റുകൾ കൊണ്ട് തൃപ്തി അടയുകയാണ് പതിവ്. എന്നാൽ ഇപ്രാവശ്യം അവർ അതിന് തയ്യാറല്ല എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സീറ്റ് പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ മത്സരം LDFും UDFും തമ്മിലായിരിക്കും. എന്നാൽ ഈ പ്രാവശ്യം BJP വളരെ ശക്തമായി കേരളത്തിൽ ഇടപെടുകയാണ്. എന്ത് വില കൊടുത്തും നാളിതുവരെ 1 സീറ്റ് പോലും കിട്ടാതിരുന്ന BJP ഇപ്രാവശ്യം 1 സീറ്റെങ്കിലും കുറഞ്ഞത് ഇവിടെ നിന്ന് വിജയിച്ചേ മതിയാവുകയുള്ളൂ എന്ന ശാഠ്യത്തിലാണ്. അവർ പേരിന് 4-5 സീറ്റുകളെങ്കിലും അവർ പിടിച്ചെടുക്കും എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. A ക്ലാസ് മണ്ഡലം എന്നൊക്കെ അവർ ചില മണ്ഡലങ്ങളെ വിശേഷിപ്പിക്കുന്നുമുണ്ട്. തൃശ്ശൂരാണ് അവർ പ്രധാനമായി കണ്ണുവച്ചിരിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്ലെങ്കിൽ പോലും ആ മട്ടിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ 2 പ്രാവശ്യം വന്ന് വലിയ റോഡ് ഷോയും സമ്മേളനങ്ങളും നടത്തി മടങ്ങിപ്പോയിരിക്കുകയാണ്. ഒരു സ്റ്റാർ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശ്ശൂരിൽ ഒരു സിനിമാ നടനെയാണ് സ്ഥാനാർത്ഥിയായി അവർ നിശ്ചയിച്ചിരിക്കുന്നത്. അവർ പ്രധാനമായി ഉന്നമിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ട നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. ക്രൈസ്തവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൃശ്ശൂരും അതുപോലെ പത്തനംതിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലുമൊക്കെ തങ്ങളുടെ സ്വാധീനം ഏതെങ്കിലും തരത്തിൽ ഉറപ്പിക്കാൻ കഴിയുമോ എന്ന് BJP പരിശ്രമിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. സഭാ നേതാക്കന്മാരുമൊക്കെയായി അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് PC ജോർജിന്റെ BJPയിലേക്കുള്ള പ്രവേശനം. അദ്ദേഹം സാമുദായികമായി റോമൻ കത്തോലിക്ക സഭയിലെ അംഗമാണ്. എന്നാൽ പത്തനംതിട്ട ജില്ല യഥാർത്ഥത്തിൽ കത്തോലിക്ക ഇതര സഭകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. താരതമ്യേന കത്തോലിക്കരുടെ സംഖ്യ അവിടെ കുറവാണ്. അങ്ങനെ വന്നപ്പോൾ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചില ശബ്ദങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. PC ജോർജ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അദ്ദേഹത്തിന് പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് താല്പര്യമുണ്ട്. അദ്ദേഹത്തിന്റെ തുറപ്പുചീട്ടായി അദ്ദേഹം പറയുന്നത് ക്രൈസ്തവ സമുദായം മൊത്തമായി
അദ്ദേഹം ഒരു ക്രൈസ്തവരാണെന്നുള്ളത് കൊണ്ട് പിന്തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലാണ്. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പത്തനംതിട്ട മണ്ഡലത്തിലുള്ള BJP അനുഭാവികളും BJP പ്രവർത്തകരുമൊന്നും PC ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയായി സ്വീകരിക്കാൻ തയ്യാറല്ല. അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് കേരളത്തിലെ BJPയുടെ പ്രസിഡന്റായ ശ്രീ K. സുരേന്ദ്രൻ അവിടെ മത്സരിക്കണമെന്നാണ്. മുൻപൊരിക്കൽ അദ്ദേഹം അവിടെ മത്സരിച്ചിട്ടുണ്ട്. പരാജയപ്പെട്ടെങ്കിലും നല്ലൊരു ശതമാനം വോട്ട് അദ്ദേഹം അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ശബരിമല സംബന്ധമായ വിഷയങ്ങൾ, ശബരിമല പത്തനംതിട്ട നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്, അത് സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം അവിടെ മത്സരിക്കുകയും നല്ലൊരു ശതമാനം വോട്ടുകൾ നേടുകയും ചെയ്തു. അതിൻ്റെ പിൻപറ്റിക്കൊണ്ടാണ് അവിടെയുള്ള യഥാർത്ഥ BJP വിശ്വാസികളും BJP അംഗങ്ങളും പാർട്ടി അംഗങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത് അവിടെ എന്തു വന്നാലും K. സുരേന്ദ്രനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന മട്ടിൽ PC ജോർജ് വീണ്ടും രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരുമോ എന്ന് സംശയിക്കുന്നു. അദ്ദേഹത്തെ ഇറക്കിയാലും BJPയുടെ അക്കൗണ്ട് കേരളത്തിൽ അദ്ദേഹത്തെ കൊണ്ട് തുറപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ശരിയാവുകയില്ല. ആ തരത്തിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിനില്ല. പിന്നെ എങ്ങനെയെങ്കിലും മത്സരിക്കുക എന്ന ഒരു നിശ്ചയത്തോടുകൂടി PC ജോർജ് മുന്നോട്ട് വന്ന് അവിടെ BJPക്ക് ഉള്ള വോട്ടുകളുടെ ശതമാനം പോലും കുറച്ച് കാണിക്കുന്നത് യഥാർത്ഥ BJP പാർട്ടി പ്രവർത്തകർക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതല്ല. അതുകൊണ്ട് PC ജോർജിൻ്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ഭാവി എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ സാധ്യത കുറഞ്ഞു വരികയാണ്. K. സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം ശക്തിപ്പെടുത്തിയാൽ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലും പാരമ്പര്യം നോക്കിയാലും BJPക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താനായി സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു മണ്ഡലം കേരളത്തിൽ ശ്രീ PC ജോർജിന് കൊടുക്കാനുമില്ല എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് PC ജോർജിൻ്റെ കളം മാറി ഉള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ കളി വലിയ പ്രയോജനം അദ്ദേഹത്തിന് ഉടനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് കരുതുക വയ്യ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ചാഞ്ചാട്ടം അദ്ദേഹത്തെ ഇപ്രാവശ്യവും രക്ഷിക്കുമെന്ന് കരുതുക വളരെ പ്രയാസമാണ്.